ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനൊരു ട്രാവൽ വ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. യുകെയിലെ ബെൽഫാസ്റ്റിലുള്ള ടൈറ്റാനിക്കിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു കിടു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇത്രയും നാളും ടൈറ്റാനിക്കെന്ന് കേട്ട് കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലാകെപ്പാടെ റോസും ജാക്കും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതൊരു വേറെ ലെവൽ സംഭവമാണ്. ഇതിൻ്റെ ആദ്യത്തെ 2 ഗ്യാലറി എന്ന് പറയുന്ന ഫുൾ ഹിസ്റ്ററി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് വിഷ്വൽസ് ആയിട്ടും ഓഡിയോ ആയിട്ടും ഒക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അടുത്തത് നമ്മൾ ഷിപ്പ് ബിൽഡ് ചെയ്യുന്ന ഒരു ഏരിയയിലോട്ടാണ് ചെല്ലുന്നത്. അതൊരു 3D എഫക്റ്റിൽ അവരവിടെ അത് ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കാണാനും ഡീറ്റെയിൽഡായിട്ട് വായിക്കാനും ഒക്കെ നമുക്ക് പറ്റും. ഇവിടുന്ന് നമ്മൾ അടുത്തത് പോകുന്നത് ഷിപ്പിൻ്റെ ബേസ്മെൻറ്റിലേക്കാണ്. അവിടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ടൊക്കെ ആൾക്കാർ നിൽപ്പുണ്ട്. അപ്പോൾ ഷിപ്പിനെ കുറിച്ച് കൂടുതൽ അറിയാനും അവിടെ എത്ര പേര് വർക്ക് ചെയ്തു, എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ്, എല്ലാ കാര്യങ്ങളും നമുക്കവിടെ കൃത്യമായിട്ട് അവർ പറഞ്ഞു തരും. ഈ അമ്യൂസ്മെൻറ്റ് പാർക്കിലൊക്കെ ഉള്ള പോലെ ഒരു റൈഡായിരുന്നു അടുത്തൊരു 6 മിനിറ്റിൻ്റെ. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇതിപ്പോൾ പുറത്തോട്ട് ഇറങ്ങി വന്നിട്ടുള്ള കാഴ്ചയാണിതെല്ലാം. അപ്പം ടൈറ്റാനിക്ക് പുറപ്പെടുന്നത് 12:10-നും 15 ഇടയ്ക്കാണ്. അത് ചിലപ്പം ഉച്ചസമയമായിരിക്കാം. നമ്മളങ്ങനെയാണല്ലോ സിനിമയിൽ കണ്ടിരിക്കുന്നത്. ഇവിടെ അവരൊരു ടൈറ്റാനിക്കിൻ്റെ ഒരു മിനിയേച്ചർ രൂപം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കാണുമ്പം നമുക്ക് ടൈറ്റാനിക്ക് നമ്മൾ നേരിട്ട് കാണുന്നൊരു എക്സ്പീരിയൻസ് ആണ് നമുക്കിവിടെ ഉണ്ടാകുന്നത്. ഇതിൻ്റെ ലാസ്റ്റ് ഗാലറി എന്ന് പറയുന്നത് അന്ന് ആക്സിഡൻ്റ് ഉണ്ടായപ്പം ഷിപ്പ് എങ്ങനെ മുങ്ങുന്നു, അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലുള്ള അവരുടെ കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെയാണ് അവരോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അന്ന് എത്ര പേരെ അവർ കാണാതായി, എത്ര പേര് രക്ഷപ്പെട്ടു, ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ഈ ലാസ്റ്റ് ഗാലറീസിലാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അന്ന് ആ ഷിപ്പ് മുങ്ങിയ സമയത്തുണ്ടായിരുന്ന ഒരു വയലിനും ചെയറും ഒക്കെ ഇവരിവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇത് കാണുന്നിടം വരെ ടൈറ്റാനിക് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു മൂവി മാത്രമായിരുന്നു എനിക്ക്. പക്ഷേ ഇതിനകത്ത് വന്നു കഴിഞ്ഞ് അവരെടുത്തിരിക്കുന്ന എഫേർട്ട്, അതിൻ്റെ കൺസ്ട്രക്ഷൻ, ഷിപ്പ് ബിൽഡിങ്, ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്.